അവർ തമ്മിലെ കാര്യങ്ങൾ തീരുന്നതിന് നമ്മളാരും എതിരല്ലല്ലോ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയ മാധ്യമങ്ങളിലൂടെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കിയത് അവരെ കാണാൻ പാടില്ലാത്ത സംഭവങ്ങൾ നേരിട്ട് കണ്ടു. നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ടു എന്ന് അവർ തന്നെ പറഞ്ഞതാണ്. ഗണേഷ് കുമാർ പറഞ്ഞത് അത് പ്രണയമായിരുന്നു എന്നാണ്. പ്രണയം അങ്ങനെ കാണാൻ പാടില്ലാത്ത തരത്തിലാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം പ്രവൃത്തികൾ ചേർന്നതാണോ? ധാർമ്മികതയെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ നിലപാട് എന്താണ്? തനിക്ക് ആ വീട്ടിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെക്കുറിച്ചും ആ സ്ത്രീയാണ് ഇന്നലെ പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത്, മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞത്, സത്യസന്ധമായിട്ട് പറഞ്ഞത്. പോലീസിനെ വിളിച്ചത് അവരാണ്. മുഖ്യമന്ത്രിയുടെ മകളെയും മുൻ DGPയെയും അവരുടെ ബന്ധു കൂടിയായ DGPയെയും വിളിച്ചത്, സഹായം തേടിയത് അവരാണ്. പോലീസ് അവിടെ എന്തിനെത്തി? ഇങ്ങനൊരു സംഭവമില്ലായിരുന്നെങ്കിൽ മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ പോയ പോലീസല്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഗവൺമെൻറ്റും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും അവരൊക്കെ മറുപടി പറയട്ടെ. അവരുടെ കാഴ്ചപ്പാടെന്താണ്, നിലപാടെന്താണെന്ന് അവർ വിശദീകരിക്കട്ടെ. ഇതങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയ വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ സെറ്റിൽമെൻ്റ് ആണോ CPM-ഉം കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഗ്രഹിക്കുന്നത്? അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്തുവാകാം. ഇതിനു മുമ്പും ഗണേഷ് കുമാറിനെതിരെ പരാതി വന്നിട്ടുണ്ട്. അത് UDF-ൻ്റെ കാലത്തുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ വെടക്കാക്കി അവർ തനിക്കാക്കി. ഇപ്പോൾ ആ സ്വഭാവവും ആ പരാതിയും ആവർത്തിക്കുകയാണ്. അതിനെ മാപ്പാക്കി അവർക്കാക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെയും പാർട്ടിയുടെയും CPM പാർട്ടിയുടെയും വഞ്ചനയാണ്, ജനവഞ്ചനയാണ് പുറത്തു വരുന്നത്. ഇരട്ടത്താപ്പിന് അപ്പുറത്തുള്ള ജനവഞ്ചനയാണ് പുറത്തു വരുന്നത്. ഈ മാറി നിന്ന് മന്ത്രിസ്ഥാനത്ത് സ്വയം മാറി നിന്ന് ജനങ്ങളെ ഒരു കോടതിയിലേക്ക് പോട്ടെ എന്നറിയപ്പെടുന്നുണ്ട് ഗണേഷ് കുമാർ. അദ്ദേഹം രാജിവെക്കണം. രാജിവെക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ആർജവം കാണിക്കണം.